ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരുന്ന ഒരു സൂപ്പർ ഹിറ്റ്, അതായത് നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ഒരാഴ്ച തന്നെയാണ്. നമ്മുടെ സച്ചിയും രേവതിയും ഒക്കെ പിണക്കമൊക്കെ മറന്നു അവരുടേതായിട്ടുള്ള ആ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം. എന്തായാലും ഞാൻ ഇൻട്രോ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ അച്ചമ്മ വീട്ടിലെത്തി. അച്ചമ്മയെ കണ്ടപാടെ തന്നെ രേവതി ഓടിച്ചെന്ന് അച്ചമ്മയെ കെട്ടിപ്പിടിച്ചു. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, എൻ്റെ മോള് വിഷമിക്കുമൊന്നും വേണ്ട കേട്ടോ, നിനക്ക് എന്ത് സങ്കടം വന്നാലും നിന്നോടൊപ്പം അച്ചമ്മ ഉണ്ടാകുമെന്നും പറഞ്ഞ് അവളെ ചേർത്ത് നിർത്തുകയാണ്. പിന്നീട് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ഇത് മനഃപൂർവ്വം ഇവൾ തന്നെ അമ്മയെ വിളിച്ചു വരുത്തിയതാവാനാണ് സാധ്യത. എന്തായാലും ഇവളോടുള്ള എൻ്റെ നിലപാട് ഒരു കാരണവശാലും മാറില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ചന്ദ്ര അങ്ങനെ നിൽക്കുമ്പോൾ രവി ആണെങ്കിലോ, അമ്മ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോനെ. ഒരു വിവരവും പറയാതെ ഇവർ രണ്ടുപേരും ആ രാത്രി അവിടുന്ന് പോകുന്നതല്ലേ, പിന്നെ എനിക്ക് അവിടെ ഇരുന്ന എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവാനാ? മുടങ്ങിപ്പോയ പല കാര്യങ്ങളും അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണ്ടെന്നും പറഞ്ഞ് അച്ഛമ്മ രവിയെ പിടിച്ച് അവിടെ ഇരുത്തി. അതിനുശേഷം രവിയോട് പറയുകയാണ്, ദേ സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തവും അതുപോലെ അവരുടെ താലി പൂജിക്കുന്ന ചടങ്ങും ഒക്കെ നമുക്ക് ഗംഭീരമായിട്ട് നടത്തണം. ഇതും കേട്ടുകൊണ്ട് ചന്ദ്രമതി അങ്ങ് വന്നു. ചന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മ ഇപ്പൊ തന്നെ നമ്മുടെ സുധിയുടെ കല്യാണം ഇങ്ങ് അടുത്തില്ലേ, അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ചുമ്മാ കാശ് കളയാനായിട്ട്? അതുമല്ല ഇവർ തമ്മിൽ ഇപ്പോഴും വഴക്കാണ്, എന്തിനാ പിന്നെ ഇവരുടെ ആ ഒരു ചടങ്ങ് നടത്തുന്നതെന്നും പറഞ്ഞ് അച്ഛമ്മയെ നിരുത്സാഹപ്പെടുത്തുമ്പോഴത്തേക്കിനും ചന്ദ്രയോട് അച്ഛമ്മ പറഞ്ഞു, അതെ ആദ്യം കല്യാണം കഴിഞ്ഞത് സച്ചിയുടെയും രേവതിയുടെയും ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന ചടങ്ങുകൾ അത് നമ്മൾ കാരണവന്മാർ തന്നെ മുൻകൈ എടുത്ത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രേവതി ആണെങ്കിലോ ഈ ചടങ്ങുകളെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല, പുള്ളിക്കാരി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അച്ഛമ്മ പറഞ്ഞു, മോളെ ദേ സച്ചിയോട് നീ പറയണം, എല്ലാ കാര്യങ്ങളും പറയണം, നിങ്ങളുടെ ഈ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള എന്ത് സഹായവും അച്ഛമ്മ ചെയ്തു തരാമെന്നും പറഞ്ഞു. അപ്പം സച്ചിയാണെങ്കിലോ, എൻ്റെ പൊന്നച്ഛമ്മ എന്തിനാ ഇപ്പം ഇങ്ങനെയുള്ളൊരു ചടങ്ങൊക്കെ ചെയ്യുന്നത്? ദേ ഇപ്പം തന്നെ എൻ്റെ അച്ഛമ്മയുടെ ഒരുപാട് പൈസ അത് ഈ കുടുംബത്തിന് വേണ്ടി അച്ഛമ്മ ചെലവാക്കിയില്ലേ, സുധിയുടെ കല്യാണത്തിന് വേറെ 2 ലക്ഷം രൂപയും കൊടുത്തില്ലേ, ഇനി അച്ഛമ്മ അങ്ങനെ പൈസയൊന്നും കളയണ്ട, ചടങ്ങുകളൊക്കെ അങ്ങനെ തന്നെ പോയിക്കോട്ടെ, അതൊന്നും വലിയ കാര്യമൊന്നും ആക്കണ്ട. ഇനി ഈശ്വരനായിട്ട് എപ്പോഴാണോ ഞങ്ങൾക്കൊരു ജീവിതം തരുന്നത് അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ സംസാരിച്ചു. മോനെ അങ്ങനെയൊന്നും അല്ലടാ കാര്യങ്ങൾ, എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളുടെ ഈ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് നടത്തണമെന്ന്. അതുകൊണ്ട് ജോത്സ്യനെ കണ്ട് അതിന് വേണ്ടുന്ന മുഹൂർത്തമൊക്കെ കുറിച്ചിട്ടാണ് അച്ഛമ്മ വന്നിട്ടുള്ളത്. അപ്പം അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ എന്നാൽ പിന്നെ അച്ഛമ്മയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി വണ്ടി ഓടിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ അച്ഛമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ രവിയെ പറഞ്ഞ് ഏൽപ്പിച്ചു. എല്ലാം നല്ല സൂപ്പറായിട്ട് രവി ഒരുക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയെ തേടി അവളുടെ അമ്മയും ആദിയും കൂടി എത്തുകയാണ്. കല്യാണത്തിന് ഇനി 3-4 ദിവസങ്ങളെ മിച്ചമുള്ളൂ. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മ തന്നെ കാണാൻ വന്നപ്പോഴത്തേക്കിനും ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനായി. ഇനി കല്യാണം എങ്ങാനും മുടക്കാൻ വന്നതാണോ എന്നുള്ളൊരു ചിന്ത. അപ്പം ആദിക്കുട്ടനാണെങ്കിലോ തൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട്, അമ്മയാണെന്നൊന്നും അവൻ ഇപ്പം അറിയില്ല, ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ചേച്ചി എനിക്ക് ഇത് ചെയ്തു തരുമോ, ചേച്ചി എനിക്ക് കഥ പറഞ്ഞു തരുമോ, ചേച്ചി എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ച് ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ച് ശ്രുതിയുടെ പിന്നാലെ കൂടുകയാണ്. ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നി. ഇനി ആ സുധിയെങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയും ആദ്യം ഒക്കെ ഇവിടെ നിൽക്കുന്ന കണ്ടാൽ ഇവരൊക്കെ ആരാണെന്ന് താൻ പറയും. അതൊക്കെ ആലോചിച്ച് അവൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. പിറ്റേ ദിവസം തന്നെ കിട്ടിയ വണ്ടിക്ക് തന്നെ ഇതുങ്ങളെയൊക്കെ കയറ്റിവിടാനുള്ള പരിപാടി നമ്മുടെ ശ്രുതി ചെയ്യുമ്പോഴത്തേക്കിനും അച്ചമ്മയാണെങ്കിൽ രേവതിയോട് ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ രേവതിക്ക് വേണ്ടുന്ന പൊന്നും സാധനങ്ങളും ഒക്കെ അച്ചമ്മ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. ഇവർ ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മയെ രേവതി വഴി വെച്ച് കാണുകയാണ്. അവരെയും കൂട്ടി ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പം അമ്മയും കൂടി വന്ന് ആ ചടങ്ങൊന്ന് നന്നായിട്ട് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ശ്രുതിയുടെ അമ്മയ്ക്ക് രേവതിയോട് ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ അമ്മ ആ ചടങ്ങിന് പങ്കെടുക്കാമെന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് വമ്പൻ ടെസ്റ്റ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ശ്രുതി എന്ന് പറയുന്ന ആ പെരുങ്കള്ളി ഇതുവരെ പറഞ്ഞു വെച്ചത് പല കാര്യങ്ങളാണല്ലോ. അവളുടെ കുടുംബക്കാരൊക്കെ മലേഷ്യയിലാണെന്നും താൻ വലിയ കൊമ്പത്തെ വീട്ടിലെ കുട്ടിയാണെന്നും ഒക്കെയാണ്. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ചന്ദ്രമതി ഇത്ര കണ്ട് ലക്ഷങ്ങൾ, അതും സ്വന്തം കിടപ്പാടം വരെ പണയം വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ വെള്ളത്തിലാകുന്ന രീതിയിലാണ് ചന്ദ്രയുടെ മുന്നോട്ടുള്ള പോക്ക്. ശ്രുതിയാണെങ്കിൽ കള്ളം
കള്ളങ്ങൾക്ക് പിന്നാലെ അടുത്ത കള്ളങ്ങളുമായിട്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയോടൊപ്പം തന്നെ നിൽക്കുകയാണ് ചന്ദ്രമതി. ഇവരൊക്കെ വന്ന് കയറുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, ഇത് എന്തിനാ ഇങ്ങനെ വഴിയെ പോകുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു കയറ്റുന്നത്? അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഈ ചടങ്ങിനൊന്നും നിന്റെ വീട്ടുകാരെ പോലും ക്ഷണിക്കരുതെന്ന്, എന്നിട്ടും നീ ഇതൊന്നും കേൾക്കുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ തലേ കയറി ഇരിക്കുവാണോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ആ ദിവസം തന്നെ രേവതിയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, അമ്മേ ഇവൻ ഉണ്ടായിരുന്ന കാരണമാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. അപ്പൊ നമ്മുടെ ആദി വന്ന് രവിയുടെ അടുത്ത് വന്ന് ഇരുന്നു കേട്ടോ. രവിയാണെങ്കിലോ ആ മോനോട് ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അതെ അപ്പൂപ്പ, രേവതി ആൻറ്റി അന്ന് വെള്ളത്തിൽ പോയപ്പോൾ ഉണ്ടല്ലോ, ഞാനാണ് രേവതി ആൻറ്റി വെള്ളത്തിൽ പോയെന്നും പറഞ്ഞ് സച്ചി ചേട്ടനെ പോയി വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ചേട്ടൻ വന്ന് രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ മോനെ നീ അന്ന് അങ്ങനെ കണ്ടത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് രവിക്ക് വലിയ ഇഷ്ടമായി. ആ കൊച്ചിനൊരു ഉമ്മയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതൊന്നും അറിയാതെയാണ് നമ്മുടെ ശ്രുതി ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ശ്രുതിയും അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരിയും കൂടി ആ വീട്ടിലേക്ക് വരുന്ന സമയത്താണെങ്കിലോ ആദിയും അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും കൂടി കുറച്ച് സമയം നമ്മുടെ ആദിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ രേവതി ഒരു റൂമിൽ അവരെ കയറ്റി വാതിലടച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇവർ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അച്ചമ്മ ശ്രുതിയെ ആദ്യമായിട്ട് കാണുകയാണ്. അച്ചമ്മയ്ക്ക് വലിയ സന്തോഷമായി കേട്ടോ, കാണാനൊക്കെ കൊള്ളാം. പക്ഷെ അച്ചമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ചമ്മ ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും, അതെ എന്താ അച്ചമ്മ ഇത്ര ആലോചിക്കുന്നത്? എൻ്റെ വരാൻ പോകുന്ന, അതായത് എൻ്റെ ഭാര്യയാകാൻ പോകുന്ന കുട്ടി എങ്ങനെയുണ്ട് അച്ചമ്മ? അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കാം. ഇഷ്ടമൊക്കെ പെട്ടു, പക്ഷേ ഇവളെ കണ്ടിട്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, കുറച്ചൊരു പ്രായ കൂടുതൽ തോന്നുന്നുണ്ടെന്നും പറഞ്ഞ് അച്ചമ്മ ഇങ്ങനെ സംസാരിച്ചതും ചന്ദ്രമതി ആണെങ്കിൽ, എൻ്റെ പൊന്നമ്മ, അമ്മയ്ക്ക് പ്രായമൊക്കെ ആയി വരികയല്ലേ, അതുകൊണ്ട് അമ്മയുടെ കാഴ്ചശക്തി ഒന്ന് കൊണ്ടുപോയി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. തങ്കക്കുടം പോലത്തെ ഒരു കൊച്ചാണ്, ദേ നിറമാണെങ്കിലോ പൊന്നിൻ്റെ നിറമാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ അവളെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അപ്പം ശ്രുതി ഇതൊന്നും വലിയ കാര്യമൊന്നും ആക്കിയില്ല. ശ്രുതി ഓടിച്ചെന്ന് നമ്മുടെ അച്ചമ്മയുടെ കാലിലൊക്കെ തൊട്ടു തൊഴുതു. അപ്പം ഈ സമയം നമ്മുടെ സച്ചി വണ്ടി ഓടിക്കാൻ പോയിരിക്കുക. ഇത്ര നേരമായിട്ടും ആശ മടങ്ങി വന്നിട്ടേ ഇല്ല. അപ്പം അച്ചമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഈശ്വര 10 മണിയാകാറായി. രേവതിയുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നു. അപ്പം എല്ലാവരും സച്ചിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് അച്ചമ്മയാണെങ്കിൽ, അല്ലടി മോളെ, നീ നമ്മുടെ ചന്ദ്രയെ എന്തോ ഒരു സുന ചെയ്തല്ലോ, മേക്ക് ഓവറോ എന്താണ് അതിന് പറയുന്നതെന്ന് രവിയോട് ചോദിക്കുമ്പം, അത് തന്നെയാണമ്മേ മേക്ക് ഓവർ, ഇവള് നല്ല മേക്കപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ തൻ്റെ ഭാവി വധുവിനെ അങ്ങ് പൊക്കി വിടുകയാണ്. അപ്പം ഈ സമയത്ത് അച്ചമ്മ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഈ രേവതി മോളെ നീ ഒന്ന് ഒരുക്കെന്ന് പറഞ്ഞു. അപ്പം ശ്രുതിക്കാണെങ്കിൽ സന്തോഷമായി കേട്ടോ, എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല അച്ചമ്മേ, ഞാൻ ഒരുക്കാന്നും പറഞ്ഞ് ശ്രുതി ആണെങ്കിൽ നമ്മുടെ രേവതിയും കൂട്ടി ആ റൂമിലേക്ക് കയറി പോകുമ്പോൾ അച്ചമ്മ അവൾക്ക് അണിയാനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ എടുത്ത് അങ്ങോട്ടേക്ക് കൊടുത്തു. അതിനുശേഷമാണെങ്കിലോ നല്ല സൂപ്പറായിട്ട് ചന്ദ്രമതിയുടെ പോലും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ രേവതിയെ നല്ല സുന്ദരിയാക്കി ഒരുക്കി ഇങ്ങി ഇറക്കി ശ്രുതി. ഇത് കണ്ടതും, എൻ്റെ ദൈവമേ എന്ത് ഭംഗിയാണ്, എൻ്റെ മോളെ ഞാൻ തന്നെ കണ്ണുവെക്കുമെന്നും പറഞ്ഞ് നമ്മുടെ അച്ചമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് വന്നു കേട്ടോ. സച്ചി രേവതിയെ കണ്ട പാടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് എന്താണ് ഈ കാണുന്നത്? ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു നിമിഷം താൻ ഇതുവരെ ആസ്വദിച്ചിട്ടേ ഇല്ല. കാര്യം കല്യാണം പോലും ഇഷ്ടമില്ലാതെ നടത്തിയതാണല്ലോ. അതിനുശേഷമാണ് ഇപ്പം രേവതിയോട് കുറച്ചെങ്കിലും ഒരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ സച്ചി അങ്ങനെ അവളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. അപ്പൊ ഈ സമയത്ത് അച്ചമ്മയും അതുപോലെ തന്നെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരും ഒക്കെ കൂടി ചേർന്ന് ഇവരെ അനുഗ്രഹിച്ചു. ഇവരുടെ താലിപൂജ ആ ഒരു ചടങ്ങ് അത് വളരെ ഗംഭീരമാക്കി നടത്തുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാലയൊക്കെ അണിയിച്ച് രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയും അതുപോലെ തന്നെ ആദിയും കൂടി ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അല്ലടാ, ഇവരെ കണ്ട പാടെ തന്നെ ശ്രുതിയാണെങ്കിൽ കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഈശ്വര, ആര് ഈ വീട്ടിൽ എത്തരുതെന്ന് വിചാരിച്ചോ അവർ തന്നെയാണല്ലോ ഈ വീട്ടിൽ വന്നു പെട്ടത്. ഇനി ആദ്യം എങ്ങാനും ഞാൻ അവൻ്റെ ചേച്ചിയാണെന്നെങ്ങാനും പറയുമോ എന്നുള്ള പേടിയിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ശ്രുതിക്കാണെങ്കിൽ ഈ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള കൊണ്ട് കൂട്ടുകാരിക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അവള് നൈസായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാണ്. അപ്പം നമ്മുടെ ശ്രുതിയുടെ മകൻ വന്ന പിന്നാലെ തന്നെ ശ്രുതിയുടെ അമ്മയും വന്നു. അപ്പൊ ഈ കൊച്ചാണെങ്കിലോ
ശ്രുതിയെ കണ്ട പാടെ തന്നെ ചേച്ചിന്ന് വിളിക്കുകയാണ്. അപ്പോൾ ചേച്ചിന്ന് വിളിച്ചതും പെട്ടെന്ന് തന്നെ ആ അമ്മ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയിപ്പം ഇവൻ എങ്ങാനും സ്വന്തം ചേച്ചിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാള് നമ്മുടെ ശ്രുതി കെട്ടിപ്പൊക്കിയ ആ ഒരു കൊട്ടാരം അതങ്ങ് തകർന്നടിയുമല്ലോ. അതുകൊണ്ട് തന്നെ ആ അമ്മ പറയാണ്, അതേ മോനെ ഇവിടെ ദാ ഈ ചേച്ചി നിൽക്കുന്നുണ്ട്, അതുപോലെ ദേവു ചേച്ചി നിൽക്കുന്നുണ്ട്, ദേ നോക്കുമോനെ രേവതി ചേച്ചി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് മാറ്റി മറിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചിൻ്റെ ആ ഒരു ശ്രദ്ധ അങ്ങ് മാറ്റി. ഇങ്ങനെ ഈ നിൽക്കുന്ന നമ്മുടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ശ്രുതിയൊക്കെ കാണിച്ചുകൊണ്ടാണ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള കഥകളെന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ കഥകൾ തന്നെയാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഓരോ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ഇതും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് റിപ്പീറ്റേഷനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്